Hello dear plus 2 students, welcome to Lakshya School Plus. I am Jobin KJ, your faculty for accountancy. നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മളുടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട് അല്ലേ. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. ആ ഒരു ചാപ്റ്ററിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഈ രണ്ട് കോൺസെപ്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സെഷനിൽ, ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് എന്ത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പും അതുപോലെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നതും രണ്ടും ഡിഫറെന്റ് ആണ്. ഈ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ണർഷിപ്പ് ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്, അതല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എന്തിൽ മാത്രമേ മാറ്റങ്ങൾ വരുന്നുള്ളൂ, പാർട്ണർഷിപ്പിന്റെ എഗ്രിമെന്റിലും അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ചേഞ്ചസ് ഹാപ്പൻ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിയിരിക്കുക അവിടെ എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ആണ്. ഇനി ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്, അവിടെ പാർട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ് അല്ലെ. അവിടെ പിന്നെ പാർട്ണർഷിപ്പ് അവിടെ ഇല്ല, ആ ഒരു സ്ഥാപനം എക്സിസ്റ്റിംഗ് ആയിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യം ആണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത് മനസ്സിലാക്കിയിരിക്കുക. Then dissolution of partnership changes the existing relationship between partners, but the firm will continue its business as before. അതായത് നമ്മുടെ എക്സിസ്റ്റിംഗ് പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കാം. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ബിസിനസ് അവിടെ അവസാനിക്കുന്നില്ല, ബിസിനസ് എന്ത് ചെയ്യും, അതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സോ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ത് ചെയ്യാം, സംഭവിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ചേഞ്ച് ഇൻ എക്സിസ്റ്റിംഗ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അമംഗ് ദ പാർട്ട്നേഴ്സ്. അതായത് ഇപ്പൊ നിങ്ങൾ നോക്കുക, നമ്മളെ പാർട്ണർഷിപ്പ് ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് മനസ്സിലാകുന്നത് നമ്മുടെ പാർട്ണർഷിപ്പിൽ ചിലപ്പോൾ 8:6:5 എന്ന് പറഞ്ഞ റേഷ്യോയിലായിരിക്കും ചിലപ്പോൾ മുന്നോട്ട് പോകുന്നത് ABC എന്ന് പറഞ്ഞ പാർട്ട്നേഴ്സ്. അപ്പൊ അവർ പറയാണ് ഇനി മുതൽ എന്ത് ചെയ്യേണ്ടി വരും, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പ്രോഫിറ്റ് ഷെയറിംഗ് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു പാർട്ട്ണർഷിപ്പിന്റെ അവിടെ എഗ്രിമെന്റ് മാറ്റേണ്ടതുണ്ട്. ചിലർക്ക് ഗെയിൻ ചെയ്യും, ചിലർ എന്ത് ചെയ്യേണ്ടി വരും, ചിലർ ലോസ് ചെയ്യേണ്ടി വരും, ചിലർ ഗെയിൻ ചെയ്യേണ്ടി വരും, സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ വരുന്ന സമയത്തും ഇവ എന്ത് സംഭവിക്കാം, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് എന്ത് ചെയ്യാൻ സംഭവിക്കാം. പക്ഷെ ഫേം വിൽ കണ്ടിന്യൂ, നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. നെക്സ്റ്റ് നോക്കിയ ഒരു പുതിയ പാർട്ണർ നമ്മുടെ പാർട്ണർഷിപ്പ് ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ, പുതിയൊരു പാർട്ണർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, അവിടെ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് റിട്ടയർമെന്റ് ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണർ നമ്മുടെ പാർട്ണർഷിപ്പിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവിടെയും എന്ത് ചെയ്യാം, ആ ഒരു പാർട്ണർഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ദെൻ ഡെത്ത് ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണർ നമ്മൾ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ട സമയത്ത് ABC എന്ന് പറഞ്ഞ ബിസിനസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അതിൽ C എന്ത് ചെയ്യാണ്, മരിച്ചു പോവാണെന്ന് വിചാരിക്കുക, ഡെത്ത് ഓഫ് എ പാർട്ണർ. ആ സമയത്ത് എന്ത് ചെയ്യണം, അവിടെ മാറ്റങ്ങൾ സംഭവിക്കണം. അപ്പോൾ Aയും Bയും തമ്മിൽ ഷെയർ ചെയ്യുന്ന റേഷ്യോയിലൊക്കെ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ സംഭവിക്കാം. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ദെൻ ഇൻസോൾവൻസി ഓഫ് എ പാർട്ണർ. ഒരു പാർട്ണർ പാപ്പരായി എന്ന് പറയില്ലേ, അയാൾക്ക് എന്തില്ല, ഫിനാൻഷ്യൽ എബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒന്നുമില്ല, അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ സംഭവിക്കാം. ദെൻ കംപ്ലീഷൻ ഓഫ് എ വെഞ്ചർ ഈഫ് പാർട്ണർഷിപ്പ് ഫോംഡ് ഫോർ ദാറ്റ്. അതായത് ഇപ്പൊ എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യം നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്ട് ഏറ്റെടുത്ത് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ പാർട്ണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്ട് എൻഡ് ആവുന്നതോടുകൂടെ എന്ത് സംഭവിക്കും, ഈ ഒരു പാർട്ണർഷിപ്പിന്റെ എഗ്രിമെന്റ് അവസാനിക്കും അല്ലെ. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു മാറ്റങ്ങൾ സംഭവിക്കാം. കംപ്ലീഷൻ ഓഫ് എ വെഞ്ചർ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു പുതിയ ചേഞ്ചസ് ഒക്കെ എന്ത് ചെയ്യാം, അവിടെ സംഭവിക്കാം. പക്ഷെ നമ്മുടെ പാർട്ണർഷിപ്പ് ഫേം എന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ദെൻ എക്സ്പയറി ഓഫ് എ പീരീഡ് ഓഫ് പാർട്ണർഷിപ്പ് ഫോർ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. എന്തെങ്കിലും പ്രത്യേക പീരീഡ് ഓഫ് ടൈമിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ടൈം ബേസ് ചെയ്തിട്ടാണ് തുടങ്ങിയതെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പയറിന്റെ സമയത്ത് എന്ത് ചെയ്യാം, ഇവിടെ എന്ത് ചെയ്യാം, ഈ ഒരു ചേഞ്ചസ് പാർട്ണർഷിപ്പിന്റെ ആ ഒരു പർട്ടിക്കുലർ എഗ്രിമെന്റിൽ എന്ത് ചെയ്യാം, ചേഞ്ചസ് സംഭവിക്കാം. പക്ഷേ ഈ ഒരു പാർട്ണർഷിപ്പ് എന്ത് ചെയ്യും, അവിടെ എക്സിസ്റ്റ് ചെയ്യും, അതെന്ത് ചെയ്യുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ദീസ് ആർ ദ വേരിയസ് കേസസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ്. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പാർട്ണർഷിപ്പ് ഫേമിനെ കുറിച്ചാണ്. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫേമിനെ കുറിച്ചാണ്. അത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഡിസൊല്യൂഷൻ ഓഫ് ഫേം ക്ലിയർ. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാണ്, പാർട്ണർഷിപ്പ് തന്നെ അവസാനിക്കുകയാണ്. പാർട്ണർഷിപ്പ് ബിസിനസ് എന്ത് ചെയ്യാണ്, അവസാനിക്കുകയാണ്. പിന്നീട് അവിടെ ഒരു ഫേം ഇല്ല, അവിടെ ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് ഇല്ല എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ഇനി അവിടെ അസറ്റും കാര്യങ്ങളും അസറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വിറ്റിട്ട് റിയലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ പാർട്ട്നേഴ്സിന് അവരുടെ റേഷ്യോ എന്ത് ചെയ്യും, വീതിച്ചു കൊടുക്കും.
പിന്നെ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്ത് ചെയ്യും, ഡീൽ ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഡിസൊല്യൂഷൻ ഓഫ് ഫേം മീൻസ് കംപ്ലീറ്റ് ക്ലോഷർ ഓഫ് ദ ബിസിനസ്. ബിസിനസ് എന്ത് ചെയ്യാണ്, മൊത്തമായിട്ട് അവസാനിപ്പിക്കുകയാണ്. ഓൾസോ നോൺ ആസ് വൈൻഡിങ് അപ്പ് ഓഫ് ദ ഫേം. ഫേമിന്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നു. ദെൻ റിസൾട്ട്സ് ഇൻ ടെർമിനേഷൻ ഓഫ് റിലേഷൻ ബിറ്റ്വീൻ ഓൾ പാർട്ട്നേഴ്സ് ആൻഡ് സ്റ്റോപ്പേജ് ഓഫ് ബിസിനസ്. ബിസിനസ്സിലെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അവസാനിക്കുകയാണ്. ബിസിനസ് എന്ത് ചെയ്യാണ്, അവിടെ സ്റ്റോപ്പ് ചെയ്യപ്പെടുകയാണ്. അറ്റ് ദ ടൈം ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം ഓൾ അസറ്റ് ഓഫ് ദ ഫേംസ് ആർ സോൾഡ്, ക്യാഷ് റിലൈസ്ഡ് ആൻഡ് വിത്ത് ദാറ്റ് ക്യാഷ് ലയബിലിറ്റീസ് ആർ ടു ബി പെയ്ഡ് ഓഫ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും, റിയലൈസ് ചെയ്യും. എന്നിട്ട് നമുക്ക് അസറ്റ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യും, വീഴ്ച കൊടുക്കും. ലയബിലിറ്റീസ് ഉണ്ടെങ്കിലും എന്ത് ചെയ്യണം, അവർ തന്നെ ബിയർ ചെയ്യണം, അവർ തന്നെ എന്ത് ചെയ്യണം, അതിന് പരിഹാരങ്ങൾ കാണേണ്ടി വരും. ആര്, നമ്മളുടെ പാർട്ട്നേഴ്സ്. Then if there is any cash balance left, it will be distributed among the partners as per their ratio. അതായത് നമ്മൾ അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ റിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ആർക്ക് നമ്മൾ കൊടുക്കും, നമ്മുടെ പാർട്ട്നേഴ്സിന് തന്നെ കൊടുക്കും എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ പറയുന്നത്. സോ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെന്താണ്, പാർട്ട്ണർഷിപ്പിന്റെ എഗ്രിമെന്റിൽ മാറ്റം വരുന്നതാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് അവിടെ എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. പക്ഷേ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ക്ലോഷർ ഓഫ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആണ്. ഫേം എന്ത് ചെയ്യാണ്, അവിടെ അവസാനിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. ദെൻ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നമ്മുടെ എക്സാംസിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള, നമ്മൾ ഫൈനൽ എക്സാമിനൊക്കെ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്ത്, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ മീനിങ് തന്നെ നോക്കാം. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ എന്താണ് പറയുന്നത്, അവിടെ പറയുന്ന പോയിന്റ് ചേഞ്ചസ് ഇൻ ദ എക്സിസ്റ്റിംഗ് റിലേഷൻ ബിറ്റ്വീൻ പാർട്ട്നേഴ്സ്. പാർട്ട്നേഴ്സ് നമ്മുടെ നിലവിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിലാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ചസ് സംഭവിക്കുന്നത്. ഡിസൊല്യൂഷൻ ഓഫ് ഫേമിൽ നോക്കിയേ, പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ഓൾ പാർട്ട്നേഴ്സ് കംസ് ടു എൻഡ്. അതായത് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ത് ചെയ്യാണ്, അവിടെ അവസാനിക്കുകയാണ്. പാർട്ട്നേഴ്സ് തമ്മിലുള്ള എല്ലാ എഗ്രിമെന്റും അവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ബിസിനസ്സിന് എന്ത് ചെയ്യാണ്, ക്ലോസ് ചെയ്യപ്പെടുകയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. ദെൻ നെക്സ്റ്റ് വൺ, ടെർമിനേഷൻ ഓഫ് ബിസിനസ്. ആ ഒരു ബേസിസ് വരുന്ന സമയത്ത് ഏതിലാണ് ബിസിനസ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നത്, അത് ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലാണ് അല്ലെ. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ടെർമിനേഷൻ ഓഫ് ബിസിനസ് ആണ്. ബിസിനസ് ഇനി ഒരു കാലം മുന്നോട്ട് പോകുന്നില്ല, അവിടെ തന്നെ എന്ത് ചെയ്യാണ്, ബിസിനസിന്റെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ എന്ത് ചെയ്യുന്നില്ല, ദ ബിസിനസ് ഈസ് നോട്ട് ടെർമിനേറ്റഡ്. ബിസിനസ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല, മുന്നോട്ട് എന്ത് ചെയ്യാണ്, പോവുകയാണ് ചെയ്യുന്നത്. ബട്ട് ബിസിനസ് വിൽ ബി അല്ലെങ്കിൽ ബിസിനസ് ഓഫ് ദ ഫേം ഈസ് ക്ലോസ്ഡ് ഇൻ ദ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്നതും മനസ്സിലാക്കിയിരിക്കുക. ദെൻ അടുത്ത പോയിന്റ് ആണ് സെറ്റിൽമെന്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ് ആൻഡ് ലയബിലിറ്റീസിന്റെ സെറ്റിൽമെന്റിന്റെ കേസ് വരുന്ന സമയത്ത് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ റീവാല്യൂ ആണ് ചെയ്യുക അല്ലെ. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ഒക്കെ റീവാല്യൂ ആണ് ചെയ്യുക. നമ്മളുടെ അസറ്റ് ഒക്കെ റീവാല്യൂ ചെയ്തിട്ട് എന്തെങ്കിലും കൂടുതലും കുറവൊക്കെ ഉണ്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യാണ് ചെയ്യുക. പക്ഷെ ഇൻ ദ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ത് ചെയ്യുക, അവിടെ റീവാലുവേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാറി റിയലൈസേഷനിലേക്ക് പോകും അല്ലെ. അസറ്റ് ആൻഡ് ലയബിലിറ്റി റിയലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മുടെ പാർട്ട്നേഴ്സിന് വീഴ്ച കൊടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് എത്തുന്ന സമയത്ത് നമ്മൾ പോകുന്നത്. നോക്കി, സെറ്റിൽമെന്റ് ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് എത്തുന്ന സമയത്ത് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് ആർ റീവാല്യൂഡ് ഇൻ ദ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ റീവാല്യൂ ആണ് ചെയ്യുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡിസൊല്യൂഷൻ ഓഫ് ഫേം നമ്മൾ എന്താ ചെയ്യുക, അസറ്റ് ആർ റിയലൈസ്ഡ് ആൻഡ് ലയബിലിറ്റീസ് ആർ പെയ്ഡ് ഓഫ്. അസറ്റ് റിയലൈസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ലയബിലിറ്റി പേ ഓഫ് ചെയ്യും. ഇതാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ പ്രോസസ്സിൽ സംഭവിക്കുന്നത്. നെക്സ്റ്റ് നോക്കി, എക്കോണമിക് റിലേഷൻഷിപ്പ് ഒക്കെ എന്ത് ചെയ്യാണ്, നമ്മളുടെ എല്ലാ റിലേഷൻഷിപ്പും, നമ്മുടെ ഫേമും എക്കോണമി ആയിട്ടുള്ള നമ്മുടെ ഡിഫറെന്റ് പേഴ്സൺസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും എല്ലാം അവസാനിക്കുകയാണ് എവിടെ, നമ്മളുടെ പാർട്ട്ണർഷിപ്പിന്റെ ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റില്. പക്ഷേ മറ്റേ കേസിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ എന്താണ്, എക്കോണമിക് റിലേഷൻഷിപ്പ് ഓഫൺ ചേഞ്ചസ്, എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കാം പക്ഷെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കി, എക്കോണമിക് റിലേഷൻഷിപ്പ് കംസ് ടു ആൻ എൻഡ്, അതൊരു അവസാനത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ കേസിൽ വരുന്നത്. ലാസ്റ്റ് വൺ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് ആണ്. പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റിന്റെ കേസിൽ നിങ്ങൾ നോക്കി, നമുക്കറിയാം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം. പുതിയതായിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിന്റെ കേസിൽ അവിടെ ചേഞ്ചസ് വരും. അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യണം, നമ്മൾ പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്യണം. പക്ഷേ ഇവിടെ മറ്റേ ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, അങ്ങനത്തെ ഒരു കേസ് ഒന്നും വരുന്നില്ല. എന്താണ്, നമ്മൾ there is no scope for balance sheet preparation. But in the case of dissolution of partnership, asset and liabilities are revalued,
ന്യൂ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർഡ്. പുതിയ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഏത് കേസിൽ? ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഒരു കേസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. സോ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഡിഫറൻസ് ബിറ്റ്വീൻ പാർട്ട്ണർഷിപ്പ്, അതായത് ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേം ആയിരുന്നു. ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ, ബിസിനസ് ഫേം എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന സമയത്ത് കംപ്ലീറ്റ് ക്ലോഷർ ആണ്, അവിടെ എന്തൊന്നുമില്ല, പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇവിടെ പാർട്ട്നേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, പാർട്ട്ണർഷിപ്പിൽ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാണ്, കംസ് ടു ആൻ എൻഡിലേക്ക് വരികയാണ്, അവസാനിക്കുകയാണ് ബിസിനസിന്റെ എല്ലാ പ്രവർത്തനങ്ങളും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ടെർമിനേഷന്റെ കേസിൽ ബിസിനസ് ടെർമിനേറ്റ് ചെയ്യപ്പെടുന്ന ഡിസൊല്യൂഷൻ ഓഫ് ഫേമിലാണ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ടെർമിനേറ്റ് ചെയ്യപ്പെടുന്നില്ല. അസറ്റ് ആൻഡ് ലയബിലിറ്റീസ് സെറ്റിൽമെന്റിന്റെ സമയത്ത് നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ റീവാലുവേഷൻ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ മറ്റേത് എന്താണ്, റിയലൈസേഷൻ അക്കൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത്. എക്കോണമിക് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യും, എവിടെ ചേഞ്ചസ് വരുമെങ്കിലും കണ്ടിന്യൂ ചെയ്യും നമ്മൾ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിൽ. പക്ഷേ ഫേമിന്റെ കേസ് എത്തുന്ന സമയത്ത് അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല, ക്ലോഷറിലേക്ക് പോകും. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ബാലൻസ് ഷീറ്റ് കേസിൽ മനസ്സിലാക്കിയിരിക്കുക, സ്കോപ്പ് ബാലൻസ് ഷീറ്റ് പ്രിപ്പറേഷൻ ഉള്ളത് എവിടെയാണ്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പിലാണ്. കാരണം എന്താണ്, അവിടെ നമ്മുടെ പാർട്ട്നേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ റേഷ്യോയിലൊക്കെ മാറ്റങ്ങൾ വരും. അപ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചേഞ്ച് ചെയ്യേണ്ടി വരും. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഫേം, ഡിസൊല്യൂഷൻ ഓഫ് ഫേമിന്റെ കേസിൽ അവിടെ അങ്ങനത്തെ ഒരു സ്കോപ്പ് വരുന്നില്ല, കാരണം കംപ്ലീറ്റ് ക്ലോഷറിലേക്കാണ് പോകുന്നത്. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറയുന്നത്, ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പും ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഈ ഒരു രണ്ട് ടോപ്പിക്കുകളും വളരെ പ്രാധാന്യത്തോടെ എന്ത് ചെയ്യുക, പഠിക്കുക. രണ്ടും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും, അത് രണ്ടും സെയിം ആണല്ലോ, ഇത് രണ്ടും സെയിം കോൺസെപ്റ്റ് ആണല്ലോ എന്ന് തോന്നിപ്പോകും. കാരണം ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞാലും ഡിസൊല്യൂഷൻ ഓഫ് ഫേം എന്ന് പറഞ്ഞാലും നമുക്ക് ഏകദേശം സെയിം മീനിങ് ഒക്കെ തന്നെയാണ് വരുന്നത്. പക്ഷേ അതിന്റെ കോൺസെപ്റ്റ് രണ്ടും ചേഞ്ച് ആണെന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ, ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പഠിച്ചത്. ഇതിന്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻസും അതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫർദർ ക്ലാസിഫിക്കേഷനും അതിന്റെ പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവിലും നമ്മൾ മറ്റ് വീഡിയോസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കാണും, റെക്കോർഡ് വീഡിയോസിലൊക്കെ കാണും. സോ നന്നായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച്. നന്നായിട്ട് പഠിച്ച് നല്ലൊരു മാർക്കിലേക്ക് എത്താൻ വേണ്ടി എന്ത് ചെയ്യുക, എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ പരിശ്രമം എന്ത് ചെയ്യും, ഒരു സക്സസ്സിൽ അവസാനിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക. സോ താങ്ക് യു സോ മച്ച്.